എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലെഫ്റ്റനൻറ്റ് ഗവർണർ ഇൻ ഡൽഹി അതുപോലെ തന്നെ ചീഫ് മിനിസ്റ്ററും തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ എന്താണെന്നാണ്. എന്നും നമ്മൾ ന്യൂസ് കാണുന്നത് ഇവർ തമ്മിലുള്ള വഴക്കും അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റിൻ്റെ ന്യൂസുമാണ്. അപ്പോൾ എന്തൊക്കെയാണ് എക്സ്ട്രാ പവേഴ്സ് ലെഫ്റ്റനൻറ്റ് ഗവർണറിനുള്ളത് എന്നും എന്തുകൊണ്ടാണ് ഈ പറയുന്ന കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഈ തർക്കങ്ങൾ വരുന്നത് എന്നുള്ളതുമാണ് ഇന്ന് നമ്മുടെ പോയിൻ്റ് ഓഫ് ഡിസ്കഷൻ. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് ലെഫ്റ്റനൻറ്റ് ഗവർണർ നേരിട്ട് ഡയറക്ഷൻസ് കൊടുക്കുകയും ഈ പറയുന്ന എലക്റ്റഡ് ആയിട്ടുള്ള ഗവൺമെൻറ്റിനെയും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെയും ബൈപ്പാസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതായത് അവരെ തീരുമാനങ്ങൾ അറിയിക്കുന്നില്ല എന്നാണ് പറയുന്നത്. കേജ്രിവാൾ പറയുന്നത് ലെഫ്റ്റനൻറ്റ് ഗവർണർ അഗെയിൻ ഈ ഹാസ് എ ഫ്യൂഡൽ മൈൻഡ് സെറ്റ്, ഒരു ഫ്യൂഡൽ മൈൻഡ് സെറ്റുള്ള ആളാണ് ലെഫ്റ്റനൻറ്റ് ഗവർണർ എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ഡൽഹിയിൽ ഈ പറയുന്ന എലക്റ്റഡ് ഗവൺമെൻറ് പവർലെസ് ആവുന്നത്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ലാൻഡ്, അതുപോലെ തന്നെ പബ്ലിക് ഓർഡർ, അതുപോലെ പോലീസ്, ഈ 3 ക്രിട്ടിക്കൽ ഫാക്ടേഴ്സ് ആരുടെ കയ്യിലാണ്? ലെഫ്റ്റനൻറ്റ് ഗവർണർ വഴി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്, അല്ലാതെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ എലക്റ്റഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കയ്യിലല്ല. അതുകൊണ്ട് തന്നെ ആ പവർ പൊളിറ്റിക്സ് എന്നും അങ്ങനെ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് സത്യം. വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സെൻട്രലിൽ ഭരിക്കുന്ന പാർട്ടി വേറെയും അതുപോലെ തന്നെ ഡൽഹിയിൽ ഭരിക്കുന്ന പാർട്ടി വേറെയാണ്. അപ്പോൾ പൊളിറ്റിക്കൽ അജൻഡാസ് തമ്മിൽ തന്നെ കോൺഫ്ലിക്ട്സ് ഉണ്ട്. അതുകൊണ്ട് ഇന്ത്യൻ അത് എന്തിന് എഫക്റ്റ് ചെയ്യും? ഈ പറയുന്ന അഡ്മിനിസ്ട്രേഷൻ എഫക്റ്റ് ചെയ്യും. നമുക്കറിയാം ഗവർണർ എന്ന് പറയുന്നത് ആസ് എൻ ഏജൻറ്റ് ഓഫ് ദ സെൻറ്റർ ആയിട്ട് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ പൊളിറ്റിക്കൽ ഇൻഡിഫറൻസ് വരുന്നതും ചിലപ്പോൾ ഇങ്ങനെയുള്ള കോൺഫ്ലിക്ട്സിന് കാരണമാവും. അപ്പോൾ മെയിനായിട്ടും പവേഴ്സ് ലെഫ്റ്റനൻറ്റ് ഗവർണേഴ്സിന് കൂടുതലാണ് എന്നുള്ളത് ഓർക്കണം. പ്രത്യേകിച്ച് ലെഫ്റ്റനൻറ്റ് ഗവർണർ ഓഫ് ഡൽഹി എന്ന് പറയുന്നത് പവർഫുൾ ആയിട്ടുള്ളൊരു പോസ്റ്റാണ്. അവരിപ്പോൾ ബൈപ്പാസ് ചെയ്യാൻ പാടില്ല എന്നാണ് സുപ്രീം കോടതി ഡയറക്ഷൻ പോലും ഉണ്ട്. അതായത് എലക്റ്റഡ് ആയിട്ടുള്ള ഗവൺമെൻറ്റിനോട് തീരുമാനിച്ചിട്ട് മാത്രമേ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. പക്ഷേ ഇവിടെ കേജ്രിവാൾ അക്യൂസ് ചെയ്യുന്നത് ഗവർണർ അവരെ ബൈപ്പാസ് ചെയ്ത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ ചീഫ് മിനിസ്റ്ററെ ബൈപ്പാസ് ചെയ്ത് കാര്യങ്ങൾ നേരിട്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇവരുടെ പ്രശ്നങ്ങൾ എപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും പത്രത്തിൽ ഒരു വാർത്തയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഇമ്പോർട്ടൻസ് ഉണ്ട്, എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് ഡിസ്കസ് ചെയ്യാൻ കാരണം. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ. ഈ കോൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ലാൻഡ്, പബ്ലിക് ഓർഡർ, അതുപോലെ തന്നെ പോലീസ്, ഇത് 3 ലെഫ്റ്റനൻറ്റ് ഗവർണർ ഓഫ് ഡൽഹിക്ക് ഉള്ളതാണ്, അല്ലാതെ സെൻട്രലിനുള്ളതാണ്, അല്ലാതെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഇത് 3 അവൈലബിൾ അല്ല എന്ന് ഓർത്ത് വെക്കണം. ബൈ, ടേക്ക് കെയർ.